സർ, 2020 ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഒരു വിദേശകാര്യമന്ത്രി ചൈനയിലേക്ക് എത്തുന്നത്. ഷി ജിൻപിങ്ങുമായി ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുവരെ ഷി ജിൻപിങ്ങിനെ കുറിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നു. വാർത്തകളിലൊന്നും അദ്ദേഹത്തിന്റെ പേര് കേൾക്കാനില്ലായിരുന്നു. അദ്ദേഹം എവിടെയാണുള്ളത്, എന്താണ് അദ്ദേഹം ഇനി പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. അതിനിടയിലാണ് ഷാങ്ഹായ് കോൺക്ലേവിന് പോയ ജയശങ്കർ ചൈനീസ് പ്രസിഡന്റുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. കൂടിക്കാഴ്ചയെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? ഒപ്പം ഷീ ജിൻപിങ്ങിന്റെ പേരുകൾ വീണ്ടും മാധ്യമങ്ങളിൽ നിറയുകയാണ് ജയശങ്കർ കാരണം. എല്ലാ മാധ്യമങ്ങളും കേരള മാധ്യമങ്ങളും ഉൾപ്പെടെയുള്ളവർ ഷീ ജിൻപിങ് ഏതാണ്ട് മാരക രോഗമാണ്, അല്ലെങ്കിൽ ഷീ ജിൻപിങ് ഇനി ഇല്ല, അവിടെ അധികാര കൈമാറ്റം അതിനുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ലോക മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നു. ഷീ ജിൻപിങ് എന്ന് പറയുന്ന വ്യക്തി ഉച്ചകോടിയിൽ ഉൾപ്പെടെ പങ്കെടുക്കാതെ വരുന്നു. അപ്പൊ ഇപ്പൊ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഷീ ജിൻപിങ് ആയിട്ട് കൈ കൊടുത്ത് നിൽക്കുന്ന വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ ഫോട്ടോസും അദ്ദേഹത്തിന്റെ ട്വീറ്റും ഒക്കെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പറയേണ്ടത്, ഷീ ജിൻപിങ് ജയശങ്കറിന്റെ മുമ്പിൽ ചത്തു കുത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, തമാശ രൂപേണയാണെങ്കിൽ പോലും. അതായത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ ചൈന ബന്ധം അത് ഒരു ദൃഢമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ചൈന അത്തരത്തിൽ വിചാരിക്കുന്നു എന്ന് വേണം കരുതാൻ. അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ചൈന എന്ന് പറയുന്ന രാജ്യം നമ്മൾ ഈ പലവട്ടം പരിശോധിക്കുമ്പോൾ, ഇപ്പൊ നമ്മുടെ ഈ ടോക്ക് കേൾക്കുമ്പോൾ തന്നെ പലരും പറയും അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ചതിയനാണ്. ഈ ചൈന എന്ന് പറയുന്ന രാജ്യം പലവട്ടം നമ്മളെ ആക്രമിച്ചിട്ടുള്ളപ്പോഴും, അല്ലെങ്കിൽ പലവട്ടം നമ്മളിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളപ്പോഴും നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനു മുമ്പെല്ലാം ഇതുപോലെ സൗഹൃദമായിട്ട് ഇരുന്നിട്ടുള്ള സമയത്ത് തന്നെയാണ്. ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ ചേർന്ന ഗാൽവാൻ പ്രശ്നം, അതിനു മുമ്പ് 2020 സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അതിർത്തിയിൽ വലിയ വിഷയം നടക്കുന്നു, പട്ടാളക്കാർക്ക് ജീവഹാനി സംഭവിക്കുന്നു. അതിനകത്ത് നമ്മളുടെ പട്ടാളക്കാർ 20-25 പേർ മരിക്കുമ്പോൾ അവരുടേതിനകത്ത് 100ഓളം പേർ മരിച്ചു. അത് പക്ഷെ പുറത്തു വിടാൻ അവർ തയ്യാറായില്ല. അവസാനം ഞങ്ങളുടെ 20 പട്ടാളക്കാർ മരിച്ചു എന്നൊക്കെയുള്ള രീതി. അപ്പം വലിയൊരു സംഘർഷം അതിർത്തി പ്രദേശത്ത് ഉണ്ടാകുന്നു. അതിന് തൊട്ടു മുമ്പ് 2019 ഈ ജിൻപിങ് ഇവിടെ വന്നത്, തമിഴ്നാട്ടിൽ ഉൾപ്പെടെ വന്നല്ലോ. നമുക്കറിയാം, അവരിവിടെ എല്ലാം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വലിയ രീതിയിൽ ചർച്ചകൾ നടത്തി വലിയ സൗഹാർദ്ദത്തിൽ പോയിരുന്ന ഈ ചൈനീസ് പ്രസിഡന്റ് അത്തരത്തിൽ ഈ 2029 നമ്മളെ പ്രശ്നം, അതുപോലെ 1962 യുദ്ധം ഉണ്ടാവുന്നതിന് മുമ്പ് ഇന്ത്യയുമായിട്ട് വലിയ സൗഹൃദത്തിലിരുന്ന, 1965 യുദ്ധം ഉണ്ടായാലും അതിനു മുമ്പും ഇന്ത്യയുമായിട്ട് വലിയ സൗഹൃദത്തിൽ ഉണ്ടായിരുന്ന രാജ്യമാണ്. അപ്പൊ ഞാനീ പറഞ്ഞത്, ഈ രാജ്യത്തെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ രാജ്യം നമ്മളുമായിട്ട് ചർച്ച നടത്തുന്നത് ഒരുപക്ഷെ നാം രണ്ടുപേരും തമ്മിലുള്ള വ്യാപാര കരാറും ഈ പറയുന്ന താരിഫിന്റെ വിഷയത്തിൽ അമേരിക്ക ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ ലോക രാജ്യങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരുപക്ഷെ നാളെ കാലത്തെ നല്ല രീതിയിൽ പോയാൽ രണ്ട് രാജ്യത്തിന്റെയും പുരോഗതിക്ക് ഉതകുന്ന രീതിയിലും ഈ അമേരിക്ക പോലെയുള്ള വലിയ രാജ്യത്തിന് പോലും ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണി, താരിഫിന്റെ രീതിയിലായാലും മറ്റ് രീതിയിലായാലുള്ള ഭീഷണിയെ മറികടക്കുന്നതിന് വേണ്ടി സാധിക്കും. കാരണം ഏഷ്യയിലുള്ള ആകപ്പാടെ ഉള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ആണ്. കാരണം ഈ രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ വ്യാപാരം നടത്താതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരവസ്ഥ ഇന്ന് അമേരിക്കയ്ക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കില്ല. യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ അത് തന്നെയാണ്. കാരണം ഏറ്റവും വലിയ, നമ്മൾ ഈ പറയുമ്പോൾ ഏറ്റവും വലിയ എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് രണ്ടാമത് നിൽക്കുന്ന രാജ്യം, മാനുഫാക്ചറിങ്ങിനകത്ത് വളരെ വലിയ വലിപ്പത്തിൽ നിൽക്കുന്ന രാജ്യം, ലോകത്തിന്റെ ഫാക്ടറി എന്നൊക്കെ അറിയപ്പെടുന്ന രാജ്യം ചൈനയും അതുപോലെ തന്നെ അതേ താളത്തിൽ അതേ വേഗതയിൽ ഒരുപക്ഷെ ചൈനയെക്കാട്ടിൽ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിനും മറ്റ് പല പ്രതിരോധ മേഖലയിലും അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്തിലും ഒക്കെ ലോകത്തിന്റെ നെറുകിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. മാത്രമല്ല ഏഷ്യയിൽ ഇത്തരത്തിൽ പുരോഗതിയിലുള്ള, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഒരുപക്ഷെ GCC രാജ്യങ്ങൾക്കും ഒക്കെ അവരുടെ പുരോഗതിക്ക് ഈ രണ്ട് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഏഷ്യയിൽ അമേരിക്കയ്ക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ട്
പോയാൽ അല്ലെങ്കിൽ വ്യാപാര കരാറും അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യാപാരം നടത്താൻ പറ്റുന്ന ചന്തയും, ഞാൻ ചന്തയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജനസാന്ദ്രതയുള്ളതും അതിന് സാധ്യതയുള്ളതുമായുള്ള പ്രദേശമില്ല. അതിനകത്ത് ഇന്ത്യ നമ്പർ 1 ആണ്. അപ്പം അതിനെയൊക്കെ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് പല രീതിയിൽ അതിർത്തി തർക്കം ഉൾപ്പെടെ പല പ്രശ്നങ്ങൾ ഉൾപ്പെടെ മറ്റു ചില വിഷയങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ ഈ ചൈനയുടെ നിലപാടുകൾ ഇതുവരെയുള്ള നിലപാടുകൾ, പഹൽഗാമിന് ശേഷം സിന്ധൂരിന് ശേഷവുമുള്ള നിലപാടുകൾ, അത്തരത്തിലുള്ള നിലപാടുകളെല്ലാം സുതാര്യമാക്കി രണ്ട് രാജ്യങ്ങളും സൗഹൃദത്തിൽ പോകുന്നതിന് വേണ്ടി ഇന്ത്യ ശ്രമിക്കുമ്പോൾ അത്തരത്തിൽ പോയാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം നന്നാവുകയും ഇതുപോലെ തന്നെ ചൈന ഈ പറയുന്ന സൗഹൃദം നടിക്കുകയും ചൈനയുടെ പഴയ സ്വഭാവത്തിൽ ഒരു സമയം കിട്ടുമ്പോൾ പരുവം കിട്ടുമ്പോൾ നമ്മൾക്കെതിരെ അക്രമം നടത്തുന്നതിനും അല്ലെങ്കിൽ നമ്മൾക്കെതിരെ അക്രമം നടത്താൻ മറ്റു രാജ്യങ്ങളെ നിയോഗിക്കുന്ന ഒരു സമീപനവുമാണെങ്കിൽ അതുകൊണ്ട് ഗുണം ചെയ്യുന്നില്ല. അത് ഈ പറയുന്ന ചൈനയെ വിശ്വസിക്കാൻ പറ്റുന്ന രാജ്യമല്ല. ഇപ്പൊ മാത്രമല്ല, ചൈനയ്ക്ക് അകത്ത് വലിയൊരു ത്രെട്ട് ഉണ്ട്. 2027 ചൈനയിൽ വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഷീ ജിൻപിങ്ങിന്റെ അധികാര കൈമാറ്റം നടക്കും, അത്തരത്തിലൊരു കാര്യങ്ങൾ നടക്കും എന്നുള്ള രീതിയിലേക്ക് വളരെ മുന്നേ തന്നെ ചില അല്ലെങ്കിൽ രാഷ്ട്രീയ വിദഗ്ധർ അല്ലെങ്കിൽ നിരീക്ഷകരൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പം ആ ഷീ ജിൻപിങ്ങിന്റെ കയ്യിൽ നിന്ന് അധികാരം പോകുന്നതിന് വേണ്ടി ഉള്ള ഒരു നീക്കം ഒരു പക്ഷേ ആഭ്യന്തരമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് നമ്മൾക്ക് അവിടുത്തെ വാർത്തകൾ വളരെ കൃത്യമായിട്ട് വെളിയിൽ വരത്തില്ല, അല്ലെങ്കിൽ അവർ പുറത്തുവിടുന്ന വാർത്തകൾ. എന്നാലും ഈ ചൈനൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല ഘടകങ്ങൾക്കകത്തുള്ള അതിന്റെ ഘടകമായിട്ട് തന്നെ വരുന്ന അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിൽ അത്തരത്തിൽ ഒരു ഘടകം തന്നെയാണ് ഈ പട്ടാളം. ഇവിടെ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് പട്ടാള മേധാവികളെ മാറ്റി തീരുമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത അനൗദ്യോഗികമായിട്ടൊക്കെ നമുക്കിവിടെ വന്നതാണ്. അപ്പം ഞാനീ പറഞ്ഞു വന്നത്, അപ്പം അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഒരു ഒരുക്കം അതിനകത്ത് ഷീ ജിൻപിങ്ങിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരുക്കം, അതിനുവേണ്ടി ഒരു യുദ്ധം അനിവാര്യമാണ്. അപ്പൊ യുദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ചൈന ഇപ്പൊ ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യുന്നല്ല, തായ്വാനുമായിട്ടോ അല്ലെങ്കിൽ തായ്വാനെ പിടിച്ചെടുക്കാൻ ചൈന കാലങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ തായ്വാന് സഹായമായിട്ട് ജപ്പാൻ നിൽക്കുന്നുണ്ട്. ഫിലിപ്പീൻസിനെ ജപ്പാൻ അതിനുവേണ്ടി തയ്യാറെടുപ്പിക്കുന്നുണ്ട്. ഫിലിപ്പീൻസിന് വേണ്ട ആയുധങ്ങളും സഹായങ്ങളും ഒക്കെ ജപ്പാൻ കൊടുക്കുന്നുണ്ട്. ഫിലിപ്പീൻസിന് ആയുധം കൊടുക്കുന്ന രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യയും ആയുധം കൈമാറുന്നുണ്ട്. അപ്പം അമേരിക്കയ്ക്കും തായ്വാന്റെ അല്ലെങ്കിൽ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന രാജ്യം തായ്വാൻ കൂടി ഈ പറയുന്ന ചൈന പിടിച്ചെടുത്താൽ അമേരിക്കയ്ക്ക് ലോകക്രമത്തിൽ 1ാമത് രാജ്യം അല്ലെങ്കിൽ തായ്വാൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്ന തായ്വാന്റെ അമേരിക്കയുടെ സഹായത്തിൽ നിന്നുകൊണ്ടിരിക്കുന്ന രാജ്യം അത് അമേരിക്കയ്ക്ക് വലിയ കുഴപ്പമാവും. അപ്പം ഇതിനകത്ത് ഇപ്പോൾ കുറെ കാലങ്ങളായിട്ട് ബ്രിക്സ് ഉച്ചകോടി ഉൾപ്പെടെ പല മീറ്റുകളിലും കാലങ്ങളായിട്ട് പുറത്തു ചാടാതിരുന്ന ഈ പറയുന്ന ഷീ ജിൻപിങ് എന്ന് പറയുന്ന ചൈന പ്രസിഡന്റ് ഇന്ത്യൻ ചൈന വിദേശകാര്യ മന്ത്രിയെ സന്ദർശിച്ചതിന് ശേഷം SCO മീറ്റിന് ശേഷം ഒരുപക്ഷെ ഇദ്ദേഹത്തെ സന്ദർശിക്കുകയും അദ്ദേഹത്തെ വെളിയിൽ കൊണ്ടുവരാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം മറ്റ് പല ഉദ്ദേശങ്ങൾ, ഒരുപക്ഷെ അമേരിക്ക ഞാൻ ഈ പറഞ്ഞതുപോലെ തായ്വാന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു, ഈ ജപ്പാൻ നിൽക്കുന്നു, ഫിലിപ്പീൻസ് നിൽക്കുന്നു. അപ്പം ആ രീതിയിലേക്ക് ജപ്പാനും ത്രട്ടായിട്ട് ചൈന അല്ലെങ്കിൽ തായ്വാന് ശേഷം ചൈന അവരുടെ പല ദ്വീപുകളും ചൈന ലക്ഷ്യം വെക്കുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെ ഉണ്ട്. അപ്പം ആ രീതിയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന എല്ലാരെയും ശത്രുവാക്കണ്ട. പഹൽഗാം വിഷയത്തിൽ ഇന്ത്യ ശത്രുവാണല്ലോ. ഇന്ത്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് നാളെ കാലത്തെ ഒരുപക്ഷെ ഒരു തായ്വാൻ ആക്രമണത്തിന് വേണ്ടി ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ ഈ കൂട്ടുപിടുത്തം എന്ന് ചൈനയെ സംബന്ധിച്ചോളം നമ്മൾ പറയുകയാണ്, ചൈനയെ സംബന്ധിച്ചോളം നമ്മൾ ആ രീതിയിലും കരുതേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ നല്ല രീതിയിലുള്ള ഒരു സൗഹൃദം ഈ പറയുന്ന റഷ്യ ഉദ്ദേശിക്കുന്നത് പോലെ RIC റഷ്യ ഇന്ത്യ ചൈന ബന്ധം നല്ല രീതിയിൽ പോയാൽ ലോകക്രമത്തിനകത്ത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ഭീഷണിയായിട്ട് അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഈ രാജ്യങ്ങളെ മാറ്റി നിർത്തി ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ ലോകക്രമത്തിൽ 1ാമത് നിൽക്കുന്ന അമേരിക്കയ്ക്ക് അത് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒക്കെ കാര്യങ്ങൾ പോകും. പക്ഷെ ചൈനയുടെ സ്വഭാവം അനുസരിച്ച് മുമ്പേ പറഞ്ഞതുപോലെ ചൈന മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് പെരുമാറുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഈ പറയുന്ന സന്ധി സംഭാഷണം അല്ലെങ്കിൽ ഈ പറയുന്ന സൗഹൃദം നമുക്ക് പോസിറ്റീവായിട്ട് കാണാം. പക്ഷെ ചൈനയെ സംബന്ധിച്ച് ചൈനയുടെ ഉള്ളിലിരിപ്പ്
ചൈന എന്ത് കാണിക്കും എന്നതിനെ പറ്റി ലോകത്തിനും ഇന്ത്യക്കും ബോധ്യമുള്ളതാണ്. ഈ പറയുന്ന ലോകക്രമത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയോട് ചൈന ചതി കാണിക്കത്തില്ലെന്ന് വളരെ കാലത്തെ പ്രവർത്തനം കൊണ്ട് ചൈന തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു രാജ്യമാണ് ചൈന. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഈ ജയശങ്കറിനെ നമ്മൾ വിട്ടതിനകത്തൊരു കാര്യമുണ്ട്. ജയശങ്കർ എന്ന് പറയുന്ന ആള് ഈ പറയുന്ന പല കാര്യത്തിനകത്തും കൃത്യമായിട്ട് തീരുമാനമെടുക്കുന്ന മനുഷ്യനാണ്. കൃത്യമായ നിലപാടുള്ള മനുഷ്യനാണ്. വിദേശകാര്യ നയതന്ത്രത്തിനകത്ത് ഒരു രാജ്യത്തിനോട്, അത് ഏത് രാജ്യമായാലും ഉള്ള കാര്യം ഇന്ത്യയുടെ നിലപാട് പറയുന്നതിനകത്ത് യാതൊരു മടിയുമില്ലാത്ത ആളായിട്ട്, അല്ലെങ്കിൽ കുറിക്കുകൊള്ളുന്ന, അത് എവിടെ നിന്നായാലും ഏത് രാജ്യമായാലും ഇന്ത്യയുടെ നിലപാട് ഇതാണ്, അതിനകത്ത് യാതൊരു മാറ്റവുമില്ല, അതിനകത്ത് ഒരു തീരുമാനത്തിനകത്ത് വ്യത്യാസമില്ല, ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോയാൽ സഹകരിക്കാം. ഇത്തരത്തിൽ പല തീരുമാനം നമുക്കറിയാം. സിന്ധുവിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാട്, അയാൾ ഇടപെട്ടാണ് ഇവിടുത്തെ യുദ്ധം നിർത്തിയത്. ആ നിലപാടിനകത്ത് ജയശങ്കർ കൊടുത്ത മറുപടി, പല സ്ഥലങ്ങളിൽ വിദേശ മാധ്യമങ്ങളിൽ പല മീറ്റുകൾ കൊടുത്ത മറുപടി അറിയാം. ചൈനയുടെ കാര്യത്തിൽ ഇതേപോലെ മറുപടി പറഞ്ഞിട്ടുണ്ട് പല വിഷയത്തിനകത്ത്, ഈ പറയുന്ന അതിർത്തി സംബന്ധിച്ചുള്ള വിഷയത്തിന്. അപ്പം ചൈനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ജയശങ്കർ എന്ന് പറയുന്ന ആളുമായിട്ട് ഈ പറയുന്നത് പോലെ നല്ല സുഖത്തിലല്ല. കാരണം നിലപാടുകളുള്ള ശക്തനായ ഈ പറയുന്ന ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി. അതുകൊണ്ട് കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് ഈ ചൈനയുടെ മുഖപത്രമായിട്ടുള്ള, എനിക്കൊന്ന് പത്രം ഉണ്ടായിരുന്ന പത്രത്തിനകത്ത് ഇന്ത്യൻ മുഖപത്രമായ ഗ്ലോബൽ ടൈംസിനകത്തൊരു മുഖപത്രം ഈ പറയുന്നത് പോലെ നമ്മുടെ വിദേശകാര്യമന്ത്രിയെ പറ്റിയും ഒരു മുഖപത്രം എഴുതി, മോശമായിട്ട് മുഖപത്രം എഴുതി. വളരെ പെട്ടെന്ന് തന്നെ ആ മുഖപത്രം നീക്കം ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ലേഖനം നീക്കം ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പം അയാളെ തന്നെയാണ് നമ്മൾ വിട്ടിരിക്കുന്നത്, വേറെ ആരെയും വിട്ടില്ല. വേറെ വേണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് പോകാം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി മീറ്റ് അത്തരത്തിൽ നടത്താൻ സാധ്യതയില്ല. അപ്പം അദ്ദേഹത്തെ തന്നെ വിട്ട് സംസാരിപ്പിച്ച് ജയശങ്കർ പോകുമ്പോൾ ജയശങ്കറിന് സംസാരിക്കാൻ പറ്റുന്ന ആൾ പ്രോട്ടോകോൾ അനുസരിച്ച് ആ രാജ്യത്തെ വിദേശകാര്യ മന്ത്രിയാകുമ്പോൾ ആ വിദേശകാര്യ മന്ത്രിയെ സന്ദർശിച്ചതിന് ശേഷം ചൈനയുടെ അല്ലെങ്കിൽ ഷീ ജിൻപിങ്ങിനെ നേരിട്ട്, പ്രധാനപ്പെട്ട പ്രസിഡന്റ് ആയിട്ടുള്ള ഷീ ജിൻപിങ്ങിനെ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. പ്രോട്ടോകോൾ ലംഘിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നാ പറയുന്നത്. അതായത് പ്രോട്ടോകോൾ ലംഘനം തന്നെയാണ്. വിദേശകാര്യ മന്ത്രിയും അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പ്രസിഡന്റോ അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രിയൊക്കെ വരും, ആ രീതിയിൽ വരും. അവര് മീറ്റ് നടത്തുന്ന ആ നിലവാരത്തിലുള്ള രീതിയിലേക്കായിരിക്കും. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് വേണ്ട രീതിയിലുള്ള സ്വീകരണം കൊടുത്തുകൊണ്ട് ചർച്ച ചെയ്യാൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ തയ്യാറാകുന്നു. ലോക മാധ്യമങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്ന ഷീ ജിൻപിങ് എവിടാണെന്നറിയാത്ത ഷീ ജിൻപിങ് ഉണ്ടോ എന്ന് ആശങ്കയിൽ, അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാതെ വാർത്ത കൊടുത്തുകൊണ്ടിരുന്ന ലോക മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉൾപ്പെടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഷീ ജിൻപിങ് മാറാ രോഗിയാണെന്ന് ചർച്ച ചെയ്ത ഷീ ജിൻപിങ്, ഈ ഷീ ജിൻപിങ് ആണ് മരിച്ച ഷീ ജിൻപിങ് ഒരുപക്ഷെ ജയശങ്കറിനെ കണ്ടപ്പോൾ ഈ ചർച്ച നടത്തുന്നതിന് വേണ്ടി വെളിയിൽ വന്നു. അതായത് ഷീ ജിൻപിങ് എന്ന് പറയുന്ന ചൈനയുടെ നേതാവിനെ, ചൈനയുടെ പ്രസിഡന്റിനെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൈന ഇന്ത്യയുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് മീറ്റ് നടത്തുന്നു, ഇന്ത്യയുമായിട്ട് താല്പര്യം കാണിക്കുന്നു, ഇന്ത്യയുമായിട്ട് ഒത്തുചേരേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. ഇന്ത്യയുമായിട്ട് ഒത്തുചേർന്നാൽ മാത്രമേ ഒരുപക്ഷെ നാളെ കാലത്തെ ഉള്ള ഈ പറയുന്ന മുന്നോട്ടുള്ള പോക്ക് സുഗമമായിട്ടുള്ളൂ. അല്ലെങ്കിൽ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളുടെ ഭീഷണിക്ക് മുമ്പിൽ ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം ഉപകാരപ്രദം, അല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾ ഒന്നിച്ചാൽ ഈ പറയുന്ന ലോകക്രമത്തിൽ അമേരിക്ക ഉൾപ്പെടെ ഉള്ളവർ ഭയപ്പെടും എന്നുള്ള രീതിയിലേക്ക് തോന്നലുണ്ടായത് കൊണ്ടാകാം ഒരുപക്ഷെ ഈ പറയുന്ന ഒളിച്ചിരുന്ന ചൈനീസ് പ്രസിഡന്റ്, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാറിയുന്ന ചൈനീസ് പ്രസിഡന്റ് എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉരുത്തിരിക്കാൻ ചൈനയ്ക്കകത്ത് തന്നെ ഇരുന്ന ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയെ കണ്ടപ്പോൾ വെളിയിൽ വന്നതെന്ന് വിചാരിക്കാം. ഏതായാലും നമ്മൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത മറന്ന് ഒരുപക്ഷെ നല്ലൊരു സൗഹാർദ്ദത്തിൽ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഒരേപോലെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ, അതായത് രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് പോകുന്ന ഒരവസ്ഥ, അതൊക്കെ ആയിരിക്കും ഈ കൂടിക്കാഴ്ച എന്ന് വേണം കരുതാൻ. അങ്ങനെ കരുതാനാണ് നമ്മൾക്ക് ഇഷ്ടവും.
യെസ്, എന്തായാലും ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലെ മഞ്ഞുരുകുന്നു എന്ന് വേണം ജയശങ്കറും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ കൂടുതൽ വ്യക്തമായി വിലയിരുത്തേണ്ടത്. ഷീ ജിൻപിങ് എവിടെയായിരുന്നു എന്ന അന്വേഷണത്തിന് ഒടുവിൽ ജയശങ്കറിന്റെ കൂടിക്കാഴ്ചയോടുകൂടി ഇതാ ഷീ ജിൻപിങ് വീണ്ടും മാധ്യമങ്ങളിൽ നിറയുന്നു. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ 2027ഓടെ ചൈനയിൽ വലിയ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായേക്കാം. ഷീ ജിൻപിങ്ങിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ അവിടെ നടക്കുന്ന ആഭ്യന്തര വിഷയങ്ങൾ കൂടുതൽ വഷളായേക്കാം. അത്തരത്തിലൊരു തീരുമാനം 2027 വന്നേക്കാം എന്നൊക്കെയാണ് ലോകമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ജയശങ്കറും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച ഒരു ശുഭസൂചനയാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ വീണ്ടും കൂടുതൽ അടുക്കുന്നു എന്ന് പ്രത്യാശിക്കാം. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.